സ്ഥാനാർത്ഥി നിർണയം മുതൽ പിന്തുടർന്ന വിവാദങ്ങളെ കഠിനാധ്വാനത്തിലൂടെയും തന്ത്രങ്ങളിലൂടെയും മറികടന്നാണ് UDF വിജയം നേടിയത്. ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ സംസ്ഥാന ഭരണവും തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസമാണ് UDF നേതാക്കൾക്ക് ലഭിച്ചത്. ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത വിധം ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് UDF നിലമ്പൂരിൽ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി UDF നേതൃനിരക്കൊപ്പം യുവനിര കൂടി അണിനിരന്നതാണ് UDFന്റെ ഈ വിജയത്തിന് മാറ്റുകൂട്ടിയത്. 16,000-ഓളം വോട്ടുകളാണ് LDFന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ. ഇത് യഥാർത്ഥത്തിൽ ടീം UDFന്റെ വിജയമാണ്. ഞങ്ങൾ നിലമ്പൂരിൽ മത്സരിച്ചപ്പോൾ ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയിൽ തുടങ്ങി വിവാദങ്ങൾ ഒന്നൊന്നായി UDFനെ പിടികൂടിയിരുന്നു. എന്നാൽ അത് മറികടന്ന് ഭരണവിരുദ്ധ വികാരം പരമാവധി മുതലെടുക്കാൻ UDFനായി. കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുടെ കഠിനാധ്വാനം കൂടിയായതോടെ വിജയം UDF കൈപ്പിടിയിലൊതുക്കി. PV അൻവർ കൂടി ഉയർത്തിയ വെല്ലുവിളി കൂടി മറികടന്നാണ് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF മികച്ച വിജയം നേടിയത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്ന് വിശേഷിപ്പിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടെ UDF മികച്ച ആത്മവിശ്വാസത്തിലാണ്. ജംഷീർ കൊടിഞ്ഞി, ടീം മീഡിയ 1, നിലമ്പൂർ.